ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടോ? എങ്കിൽ നമുക്കൊരു കഥ കേട്ടാലോ? പ്രശസ്ത ക്യാൻസർ വിദഗ്ധനായിരുന്ന ഡോക്ടർ ലളിത് ഒരിക്കൽ മറ്റൊരു നഗരത്തിലെ ഒരു സുപ്രധാന കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു. കോൺഫറൻസിൽ പങ്കെടുക്കാൻ അദ്ദേഹം വളരെ ആവേശഭരിതനായിരുന്നു. കാരണം അവിടെ അദ്ദേഹത്തിന് മെഡിക്കൽ ഗവേഷണ മേഖലയിൽ ഒരു അവാർഡ് ലഭിക്കാൻ പോവുകയാണ്. തൻ്റെ ഗവേഷണത്തിനായി ദീർഘനാളായി കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം അതിന് ലഭിക്കാൻ പോകുന്ന അവാർഡിന് താൻ അർഹനാണെന്ന് തോന്നി. അതിനാൽ എത്രയും വേഗം എത്തിച്ചേരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ വിമാനം പറന്നുയർന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചില സാങ്കേതിക തകരാറുകൾ മൂലം വിമാനം അടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടതായി വന്നു. അടുത്ത ഫ്ലൈറ്റ് 10 മണിക്കൂറിന് ശേഷമാണെന്ന് മനസ്സിലാക്കിയ ലളിത് കോൺഫറൻസിന് കൃത്യസമയത്ത് എത്താൻ കഴിയില്ലെന്ന് ഭയന്ന് ഒരു കാർ വാടകയ്ക്കെടുത്ത് 4 മണിക്കൂർ മാത്രം അകലെയുള്ള കോൺഫറൻസ് സിറ്റിയിലേക്ക് സ്വയം ഡ്രൈവ് ചെയ്തു പോകാൻ തീരുമാനിക്കുന്നു. ഡോക്ടർ ലളിത് ഒരു കാർ വാടകയ്ക്കെടുത്ത് യാത്ര തുടങ്ങി. എന്നിരുന്നാലും അദ്ദേഹം പോയ ഉടൻ കാലാവസ്ഥ പെട്ടെന്ന് മാറുകയും ശക്തമായ കൊടുങ്കാറ്റ് ആരംഭിക്കുകയും ചെയ്തു. കോരിച്ചൊരിയുന്ന മഴ ലളിതിന് ഡ്രൈവിംഗ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ഒരു വഴി തെറ്റി കാർ മുന്നോട്ട് സഞ്ചരിച്ചു. 2 മണിക്കൂർ ഡ്രൈവിങ്ങിന് ശേഷം താൻ തെറ്റായ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടു. വിജനമായ റോഡിലൂടെ കനത്ത മഴയത്ത് വാഹനമോടിച്ച് വിശപ്പും ക്ഷീണവും അനുഭവപ്പെട്ട അദ്ദേഹം നാഗരികതയുടെ ഏതെങ്കിലും അടയാളങ്ങൾക്കായി തിരയാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം ലളിത് ഒരു ചെറിയ തകർന്ന വീട് കണ്ടു. നിരാശനായ അയാൾ കാറിൽ നിന്നിറങ്ങി വാതിലിൽ മുട്ടി. ഒരു സ്ത്രീ വാതിൽ തുറന്നു. അവൻ കാര്യം വിശദീകരിച്ചു. അവളുടെ ടെലിഫോൺ ഉപയോഗിക്കാമോ എന്ന് അവളോട് ചോദിക്കുന്നു. എന്നാൽ തൻ്റെ പക്കൽ ഫോണൊന്നുമില്ലെന്ന് യുവതി പറയുന്നു. എങ്കിലും കാലാവസ്ഥ മെച്ചപ്പെടുന്നത് വരെ തൻ്റെ വീടിനകത്ത് വിശ്രമിക്കാൻ അവൾ ലളിതിന് അനുവാദം നൽകുന്നു. അവളുടെ നല്ല വാഗ്ദാനം സ്വീകരിച്ച് ഡോക്ടർ ആ ചെറിയ വീടിനകത്തേക്ക് നടന്നു. ആ സ്ത്രീ അയാൾക്ക് ചൂട് ചായയും കഴിക്കാൻ കുറച്ച് ഭക്ഷണവും കൊടുത്തു. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് അവരോടൊപ്പം ചേരാമെന്ന് യുവതി ലളിതിനോട് പറഞ്ഞു. പക്ഷേ കഠിനാധ്വാനത്തിൽ മാത്രമാണ് താൻ വിശ്വസിക്കുന്നതെന്നും അവളുടെ പ്രാർത്ഥനയിൽ തുടരാൻ അവളോട് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ലളിത് പുഞ്ചിരിച്ചു. മേശപ്പുറത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ട് മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചെറിയ കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുന്നതും അതിനോട് ചേർന്ന് ആ സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഡോക്ടർ കണ്ടു. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും അവൾ മറ്റൊന്ന് തുടങ്ങും. ആ സ്ത്രീക്ക് സഹായം ആവശ്യമായി വരുമെന്ന് തോന്നിയതിനാൽ അവളുടെ പ്രാർത്ഥന കഴിഞ്ഞയുടനെ സംസാരിക്കാനുള്ള അവസരം ഡോക്ടർ ഉപയോഗിച്ചു. ഡോക്ടർ അവളോട് ദൈവത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയും ദൈവം എപ്പോഴെങ്കിലും അവളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവൾ കരുതുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. തൊട്ടിലെ കൊച്ചുകുട്ടിയെക്കുറിച്ച് ലളിത് തുടർന്ന് ചോദിക്കുകയും ചെയ്തു. ആ സ്ത്രീ സങ്കടത്തോടെ പുഞ്ചിരിച്ചു. തൊട്ടിലെ കുട്ടി അപൂർവമായ ക്യാൻസർ ബാധിച്ച തൻ്റെ മകനാണെന്നും ക്യാൻസർ വിദഗ്ധനായ ഒരു ഡോക്ടർ ലളിതിന് മാത്രമേ അവനെ സുഖപ്പെടുത്താൻ കഴിയൂ എന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫീസ് താങ്ങാൻ പണമില്ലെന്നും പറഞ്ഞു. ദൂരെയുള്ള മറ്റൊരു പട്ടണത്തിലാണ് ഡോക്ടർ ലളിത് താമസിക്കുന്നത്. ദൈവം ഇതുവരെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടില്ലെന്നും എന്നാൽ ദൈവം ഒരു ദിവസം എന്തെങ്കിലും വഴി ഉണ്ടാക്കുമെന്നും തൻ്റെ വിശ്വാസത്തെ മറികടക്കാൻ തൻ്റെ ഭയത്തെ അനുവദിക്കില്ലെന്നും അവൾ പറഞ്ഞു. അവളുടെ മറുപടി കേട്ട ഡോക്ടർ ലളിതിൻ്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകാൻ ആരംഭിച്ചു. അവൻ മന്ത്രിച്ചു, ദൈവം മഹാനാണ്. സംഭവങ്ങളുടെ ക്രമം ഓർമ്മിച്ചു. വിമാനത്തിൽ തകരാറുണ്ടായി, ഇടിമിന്നലുണ്ടായി, അയാൾക്ക് വഴി തെറ്റി. ഇതെല്ലാം സംഭവിച്ചത് ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതുകൊണ്ടല്ലേ?